അതും എനിക്ക് തോന്നുന്നു സ്ഥിരമായി എഴുതുന്ന ഒരാൾ അന്ന് വന്നിട്ടില്ല, അന്ന് ആബ്സെൻ്റ് ആയിരുന്നു. അങ്ങനെ എങ്ങാണ്ട് എനിക്ക് കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നത്. നമസ്കാരം. ഔട്ട് TV 24/7 ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സിമ്പിൾ സെബാസ്റ്റ്യൻ ആണ്. എഴുത്തുകാരിയാണ്, പ്രവാസിയാണ്. നമസ്കാരം. നമസ്കാരം. ശരിക്കും എനിക്ക് ഈ പേരിൽ തന്നെ ഒരു സിമ്പിളാണ്, എന്നാലും സിമ്പിൾ അല്ലേ എന്നൊരു സംശയം തോന്നുന്നു. ഈ പേരിനെ വെച്ച് ആരെങ്കിലുമൊക്കെ കളിയാക്കുകയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പേരിനെ വെച്ച് പണ്ട് മുതലേ കളിയാക്കുന്നുണ്ട്. ഞാൻ ചെറുപ്പം മുതൽ, അതായത് സ്കൂളിൽ എനിക്ക് തോന്നുന്നു LKG മുതൽ തന്നെ ആൾക്കാർ കളിയാക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നതെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സിമ്പിൾ എന്ന് കാണുമ്പോൾ അവർ അത് ഓട്ടോമാറ്റിക്കലി എൻ്റെ മുഖത്തേക്ക് നോക്കും. എൻ്റെ സ്പെല്ലിംഗ് പക്ഷേ SIMBLE ആണ്. പക്ഷെ എന്താ പറയാ, എല്ലാവരും സിമ്പിൾ ആയിട്ടാണ്. അതെ അതെ. ഓക്കെ. അപ്പൊ അതുകൊണ്ടുള്ള വിഷമം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് വിഷമമൊന്നുമില്ല. ഇല്ല. പിന്നെ ഈ പ്രവാസ ലോകത്തേക്ക് ഏത് വർഷമാണ് എത്തുന്നത്? ഞാൻ 2009 വന്നത്. എൻ്റെ ഡാഡി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു വിസിറ്റിന് വന്നതാ, ജസ്റ്റ് ഒരു വിസിറ്റിന് വന്നതാ. അപ്പം ജോലിയായി. അത് വളരെ ഹാപ്പിയായി. ഇവിടെ ജോലി കിട്ടിയപ്പോൾ ജോലി കിട്ടിയപ്പോൾ എന്തായാലും ഹാപ്പിയായി. ഒരു പുസ്തകമാണ് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ പ്രകാശനം ചെയ്യപ്പെട്ടത്, അല്ലേ? ഈ പുസ്തകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചെറുതായിട്ട് എവിടെയെങ്കിലുമൊക്കെ എഴുതുന്നുണ്ടാവുമല്ലോ. അതെ അതെ. എങ്ങനെയാണ് അതിൻ്റെ ഒരു യാത്ര തുടങ്ങുന്നത്? ആദ്യമായിട്ട് ഞാൻ എഴുതി തുടങ്ങിയത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. സ്കൂളിൽ ഒരു 8th മുതൽ ഞാൻ എഴുതുന്നുണ്ട്. അപ്പം 8th യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ കോമ്പറ്റീഷൻ വരുമ്പം അതിൽ എന്താ പറയുക, വേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അതായത് ഇംഗ്ലീഷ് കവിതകൾ എഴുതുക. അപ്പം അങ്ങനെ ഞാൻ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിൽ അപ്പോഴൊന്നും പ്രതീക്ഷയില്ല എന്തെങ്കിലും പ്രൈസ് കിട്ടുന്നു. ഒരു പ്രാവശ്യം എനിക്ക് 3rd പ്രൈസ് കിട്ടി. അതും എനിക്ക് തോന്നുന്നു സ്ഥിരമായി എഴുതുന്ന ഒരാൾ അന്ന് വന്നിട്ടില്ല, അന്ന് ആബ്സെൻ്റ് ആയിരുന്നു. അങ്ങനെ എങ്ങാണ്ട് എനിക്ക് കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നത്. അത് മുതലാണ് കാര്യമായിട്ട് എഴുതി തുടങ്ങിയത്. ഒരു 3rd പ്രൈസ് കിട്ടിയപ്പോൾ എനിക്കത് വലിയൊരു കാര്യമായി. അപ്പം മുതലാണ് ഞാൻ എഴുതി തുടങ്ങിയത്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിലേക്ക് പോയത്? ഇംഗ്ലീഷ് പോയമാണല്ലോ എഴുതുന്നത്. എന്താണ് ഇംഗ്ലീഷ്? എനിക്ക് ചെറുപ്പം മുതലേ വായിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ടിരുന്നത് ഇംഗ്ലീഷായിരുന്നു. അപ്പം അങ്ങനെ ഇംഗ്ലീഷിനോടൊരു താല്പര്യവും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനോടൊരു താല്പര്യം, പിന്നെ എന്താ പറയുക, ഷേക്സ്പിയർ, അങ്ങനത്തെ ഇൻസ്പയർ ആവാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ എത്രത്തോളം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ഷാർജ ബുക്ക് ഫെയർ അതായത് എഴുത്തുകാർക്കുള്ള ഒരു എന്താ പറയുക, വലിയൊരു ടൂളാണ്. ഇപ്പം എത്ര ഒരു മീൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാൻ അറിഞ്ഞാൽ മതി, അതിന് പ്രോത്സാഹനം തരാൻ ഒത്തിരി ആൾക്കാരുണ്ട്. അതായത് പബ്ലിഷേഴ്സ് ഉണ്ട്, പിന്നെ നല്ല വായനക്കാരുണ്ട്, അല്ലേ? പുസ്തകം വാങ്ങുക എന്നുള്ള ആ ഒരു ഇതിൽ തന്നെ നമ്മളവിടെ ഒത്തുചേർന്ന് നിൽക്കാവുന്ന കുറേ ആൾക്കാരൊക്കെ കിട്ടും, അല്ലേ? അതൊരു നല്ല അനുഭവമാണ്. എനിക്കും ഈ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിനെ കുറിച്ച് പറയുമ്പോൾ കുറേ നല്ല മനുഷ്യരുടെ ഒരു കൂടിച്ചേരൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? എഴുതാൻ കൂടുതൽ പ്രചോദനമാവുകയും നമുക്ക് വീണ്ടും ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരണമെന്നുള്ളൊരു തോന്നൽ വരികയൊക്കെ ചെയ്യും, അല്ലേ? ഒരുപക്ഷെ നമ്മൾ പുസ്തകം എഴുതിയില്ലെങ്കിൽ പോലും ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിന്റെ ആ ഒരു സീസണിൽ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും അവിടെ വരണമെന്നൊക്കെ ഉള്ള അത് വലിയ ആഗ്രഹം. പക്ഷേ ഡ്യൂട്ടിയുടെ സമയത്ത് അത് പറ്റുന്നില്ല. ഡ്യൂട്ടി ആയതുകൊണ്ട് എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പറയുക, ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ഓഫ് കിട്ടുക. അപ്പം സാറ്റർഡേ സൺഡേ ഇപ്പോൾ ഓഫാണ്. പക്ഷെ മുന്നേ ഒന്നും എനിക്ക് അങ്ങനെ ഓഫ് കിട്ടിയിരുന്നില്ല, ഷിഫ്റ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പം അപ്പോഴൊന്നും എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം ഓഫുള്ള ദിവസങ്ങളിൽ പോകാൻ ശ്രമിക്കും തീർച്ചയായിട്ടും. ഈ ഓരോ എഴുത്ത് നമ്മളിപ്പം ഒരു പുസ്തക പ്രകാശനം ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും നമുക്ക് വീണ്ടും എഴുതണമെന്നും. പിന്നെ ഈ എഴുത്തെന്ന് പറയുന്ന പ്രത്യേകിച്ച് അതൊരു ജോലി ആയിട്ടല്ല കണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മുടെ പാഷനാണ്. എന്നാൽ മറ്റുള്ള ഇതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു മനോഹര നിമിഷത്തെ എഴുത്തിലേക്ക് കൊണ്ടുവരുന്നു, അതല്ലേ ശരി? ഏത് സ്കൂള് അല്ലെങ്കിൽ എവിടെയാണ് പഠിച്ചത് വളർന്നു നോക്കാം? ഞാൻ
കോഴിക്കോട്ടുകാരിയാണ്. പഠിച്ചത് പ്രസൻറ്റേഷൻ ഹൈസ്കൂൾ ചേവായൂർ. പിന്നെ 10th വരെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് +2 പഠിച്ചത് സാവിയോ ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പം എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അവിടുന്ന് പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട്. ഒന്നുമല്ലെങ്കിൽ ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പം അവരോടൊക്കെയുള്ള ഒരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കാം ഇങ്ങനെ എഴുതാനൊക്കെ ഉള്ള ഒരു ത്വര വന്നത്. അതാണ് നമ്മൾ ഓരോ പ്രാവശ്യവും എന്താണ് നമുക്ക് കിട്ടുന്ന പ്രോത്സാഹനങ്ങൾ, പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ കിട്ടുന്ന പ്രോത്സാഹനങ്ങൾ കൂടുതൽ നമുക്ക് എഴുതാനുള്ള ഒരു പ്രചോദനമായി മാറാറുണ്ട് അല്ലേ? ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞ് കോളേജിലേക്ക് എത്തിയപ്പോൾ എന്തായിരുന്നു? സ്കൂൾ കഴിഞ്ഞ് +2 പഠിച്ചത്. അപ്പോൾ +2 അവിടെയും ഇംഗ്ലീഷ് മിസ്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എല്ലാ ടീച്ചേഴ്സിനെയും ഇഷ്ടമാണ്, പക്ഷേ ഇംഗ്ലീഷ് മിസ്സിനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ കോമ്പറ്റീഷൻ വരുമ്പം എന്തിനെങ്കിലും മീൻസ് പങ്കെടുക്കുന്നത് ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ അന്ന് പിന്നെ കുറേ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വതവേ ഞാനൊരു ഇൻട്രോവേർട്ടാണ്, എന്നിലേക്ക് തന്നെ വലിയാനുള്ള ഒരു ആഗ്രഹം, മീൻസ് അങ്ങനെയാണ് ഞാൻ. പക്ഷേ ജമ്പ് ചെയ്ത് നിൽക്കുന്നില്ല. പക്ഷേ എന്നെ പുഷ് ചെയ്യാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. അതായത് നിന്നെ കൊണ്ട് ഇത് പറ്റും, അങ്ങനെ പുഷ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് പുഷ് ചെയ്തിട്ടുണ്ട് +2 പഠിക്കുമ്പോൾ. അപ്പം അങ്ങനെയാണ് ഞാൻ ഓരോ കോമ്പറ്റീഷനും പങ്കെടുത്തത്, സ്റ്റെപ്പ്. അപ്പം പിന്നെ അത് തിരക്കേടില്ല, ഒരു 3rd പ്രൈസ് ഒക്കെ കിട്ടുന്നുണ്ട്, അങ്ങനെ ചിലതിന് ഫസ്റ്റും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലല്ലോ, അങ്ങനെ തുടർന്നു. ഈ എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എഴുത്തിലേക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ പാരൻസിൻ്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അതെ, പാരൻസ് നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ മമ്മിയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്, കാരണം ഡാഡി ഇവിടെ തന്നെയായിരുന്നു. അതെ. അപ്പം പിന്നെ എനിക്ക് സിസ്റ്റേഴ്സ് 3 പേരുണ്ട്, അവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇപ്പോഴാണെങ്കിൽ എനിക്ക് സിസ്റ്റർ ഇൻ ലോ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും ഒക്കെ സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് അത് വിവാഹം കഴിഞ്ഞാൽ നമുക്ക് ആ ഇതിലോട്ട് പോകണമെങ്കിൽ അവരുടെ കൂടെ ഒരു സപ്പോർട്ട് വേണമല്ലോ അല്ലേ? അതെ അതെ. അപ്പോൾ ഇവിടെ ഏത് വർഷമാണ് വിവാഹമൊക്കെ? വിവാഹം നടന്നത് 2010-ലാണ്. അപ്പം വിവാഹത്തിന് മുന്നേ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഒരു 1 ഇയർ കഴിഞ്ഞപ്പോഴാണ് വിവാഹം നടക്കുന്നത്. ഓക്കെ. ആദ്യമായി ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഒരു പുസ്തക പ്രകാശനം ചെയ്യണമെന്ന് ഒരു ആഗ്രഹം വരുമല്ലോ, അതെങ്ങനെയാണ് അത് മനസ്സിലേക്ക് കടന്നു വരുന്നത്? അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പല ഇൻ്റർനാഷണൽ മാഗസിൻസിൽ എഴുതുമായിരുന്നു. അപ്പം അങ്ങനെ എഴുതി കുറേ കവിതയുടെ സ്റ്റോക്ക് എനിക്കുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ബുക്ക് പ്രകാശനം, ഈ കവിതകളെല്ലാം ശേഖരിച്ചിട്ട് ഒരു പുസ്തകമാക്കിയാലോ എന്നുള്ള ഒരു ചിന്ത വന്നു. അങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുന്നത്. ഓക്കെ. ഓരോ ഇത് കഴിയുമ്പോഴും നമുക്ക് അറിയാം, നമ്മൾ ഓരോ കഥ എഴുതുകയായിരുന്നു അല്ലെങ്കിൽ കവിത എഴുതുകയായിരുന്നു, ഇപ്പോൾ പൊതുവേ ഒരു സോഷ്യൽ മീഡിയ ഫാൻസി ആണല്ലോ, എഴുതുന്നത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, ഫേസ്ബുക്കിലിടുന്നു, അല്ലെങ്കിൽ വാട്സപ്പിൽ നമ്മുടെ ഗ്രൂപ്പിലിടുന്നു. അപ്പം അങ്ങനെയൊക്കെ ഇട്ടപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷെ ചിലപ്പം നമുക്ക് പ്രതീക്ഷിച്ചത്ര റിസൾട്ട് വരില്ല. നമ്മളടുത്ത് ഇത് കൊള്ളാം, ഇനി നീ എഴുതണം, അതല്ലെങ്കിൽ അത് ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്, പുഷ് ചെയ്യാൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അവരൊക്കെ പുഷ് ചെയ്യുന്നതുകൊണ്ടാണ് വീണ്ടും എഴുതാൻ തോന്നുന്നത്. പിന്നെ ആദ്യത്തെ പുസ്തകമാണ് പെറ്റൽസ് ഓഫ് ലവിങ് ടെൻഡർനെസ്. അത് പ്രകാശനം ചെയ്തത് 2021-ലാണ് ഷാർജ ബുക്ക് ഫെയറിൽ വെച്ചിട്ട് തന്നെ. അത് ഐവറി പബ്ലിക്കേഷൻസ്, തൃശ്ശൂരുള്ള ഐവറി പബ്ലിക്കേഷൻ, ശ്രീ പ്രവീൺ വൈശാഖൻ അവരാണ് അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് പബ്ലിഷ് ചെയ്തത്. പിന്നെ എനിക്കൊരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ എനിക്ക് മാർക്കറ്റിംഗ് അത്ര അറിയില്ല, അതുകൊണ്ട് അത്രയും പുസ്തകങ്ങൾ അത്രയും പബ്ലിഷ് ചെയ്തിട്ടില്ല. അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുസ്തകം എഴുതുമ്പോൾ തന്നെ, അതല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യിക്കുമ്പോൾ തന്നെ നമ്മുടെ കുറേ സർക്കിൾ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിലൊക്കെ വരുമ്പോൾ ഒരുപാട് പേര് ഉണ്ടാവും. അപ്പം ആഴ്ചയിലിപ്പം 2 ദിവസം അതിൽ വന്ന് പങ്കെടുക്കാൻ പറ്റുമ്പോൾ തന്നെ അത് അത്യാവശ്യം ഒരു 400-500 പുസ്തകമൊക്കെ വിൽക്കാൻ വിചാരിച്ചാൽ നടക്കും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേര് അങ്ങനെ മാർക്കറ്റ് ചെയ്ത് അടുത്ത 2nd വോളിയം പബ്ലിഷ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പം ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും നമ്മളിവിടെ ഒന്ന് ഇതാണ്, നമുക്ക് ഇതെഴുതി സോഷ്യൽ മീഡിയയിൽ ഇടുക മാത്രമല്ല, നമ്മൾ പുസ്തക പ്രകാശനം ചെയ്യുക മാത്രമല്ല,
അത് ചെറിയ രീതിയിലൊരു മാർക്കറ്റിംഗ് പോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരുടെ കൈകളിൽ എത്തിക്കാൻ പറ്റും. അതിൽ കുറച്ച് പോറാണ്, അതാണ്. പിന്നെ പാട്ട് പാടുമെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും പാട്ട് അങ്ങനെ പാടുമൊന്നുമില്ല, എന്നാലും ഒരു അങ്ങനെ ഞാൻ പാടലില്ല. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ കുടുംബമൊക്കെ ആയിട്ട് പാട്ടൊക്കെ പാടുമെന്ന്. ഇടയ്ക്ക് പാടിയിരുന്നു, അതേ മുമ്പ് പാടിയിരുന്നു? മുൻപ് പാടിയിരുന്നു, ഒരു 4 ലൈൻ. എത്ര പാടിയിട്ടുള്ളൂ? 4 ലൈൻ. അപ്പോൾ ഒരു 4 ലൈൻ പാടിയല്ലോ ഇതിൻ്റെ ഇടയിൽ. ആറ്റുനൂറ്റുണ്ടായൊരുണ്ണി അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി അമ്പൂറ്റിക്കണ്ണൻ്റെ മുന്നിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം ചൂടന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുന്നാം കുരുന്നാകുമുണ്ണി ആറ്റുനൂറ്റുണ്ടായൊരുണ്ണി അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി. അത്രേ അറിയുള്ളൂ. മതി, സൂപ്പർ. ശരിക്കും എഴുത്തുകാരിയാണ്, നല്ലൊരു പാട്ടുകാരിയാണ് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ പറയും പോലെ കേട്ടിട്ടുണ്ട്, അതായത് സിമ്പിൾ അത്യാവശ്യം പാട്ട് പാടുമെന്ന്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ ഒരു പാട്ട് കേൾക്കാൻ പറ്റുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം മൾട്ടിപ്ലായ കഴിവുകളുള്ള ഒരു വ്യക്തിത്വമാണ് എൻ്റെ കൂടെ ഇരിക്കുന്നതെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. ഈ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഒരു കവയത്രി എന്ന നിലയ്ക്ക് ഈ കഴിവുകൾ ഇവിടെ എവിടെയൊക്കെ നമ്മൾ ഷോക്കേസ് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരുപാട് അതിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അബുദാബി, പിന്നെ എമിറേറ്റ്സ് ലിറ്ററേച്ചർ ഫൗണ്ടേഷൻ, മി ആർട്ട് കളക്ഷൻ, അങ്ങനെ ഒരുപാട്, അതായത് എഴുത്തുകാരെയും പിന്നെ പോയം വായിക്കുന്നവരെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒത്തിരി സ്ഥലങ്ങൾ, പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പം അവിടെയൊക്കെ പെർഫോം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഓ ഗ്രേറ്റ്. കാരണം നമ്മുടെ കഴിവുകളെ മാറ്റുരയ്ക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു അവസരത്തെയും നമ്മൾ കളയരുതെന്നാണ്. കാരണം ഈ പ്രത്യേകിച്ച് ഈ പ്രവാസ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പലപ്പോഴും ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അറിയാമെങ്കിലും നമ്മൾ അവിടേക്ക് എത്തുന്നില്ലെന്നുള്ളതാണ്. അതൊരിക്കലും അങ്ങനെ ആകരുത്. കിട്ടുന്ന അവസരങ്ങളെയൊക്കെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അത് നമുക്കൊരു പക്ഷേ അതിൽ നിന്ന് ഈ പറയും പോലെ പ്രൈസ് കിട്ടിയേക്കാം. പ്രൈസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയില്ലെങ്കിൽ നമുക്ക് നമ്മളെ ഷോക്കേസ് ചെയ്യാനുള്ളൊരു അവസരമാണ്. ഒരു പുസ്തകം എഴുതി ആ പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഭാഷാ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഷോക്കേസ് ചെയ്യണം. പ്രവാസിയാണ്. പിന്നെ പൊതുവേ നമുക്ക് ചോദിക്കേണ്ട മറ്റൊരു ഇതാണ് കുടുംബം, അതായത് മക്കൾ, ഹസ്ബൻഡ് എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഹസ്ബൻഡും 3 കുട്ടികളും ഉണ്ട്. പിന്നെ എൻ്റെ ഒരു സിസ്റ്റർ ഇവിടെ തന്നെയുണ്ട്. അപ്പം ഹസ്ബൻഡ് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നു. പിന്നെ 3 കുട്ടികൾ, ഒരാൾ 8th, ഒരാൾ 5th, ഒരാൾ തീരെ കുഞ്ഞിതാണ്, 2 വയസ്സാവുന്നതേ ഉള്ളൂ. അവർ 2 പേര് ബ്രൈറ്റ് റൈഡേഴ്സ് സ്കൂളിൽ പഠിക്കുന്നു. ഈ 2 കുട്ടികളും ഇവർ പാട്ട് പാടുകയോ അല്ലെങ്കിൽ എഴുതുകയോ അങ്ങനെ എന്തെങ്കിലും ഇത് കാണിക്കുന്നുണ്ടോ? അതായത് വാസന കാണിക്കുന്നുണ്ടോ? വാസന പാട്ട് പാടും 2 പേരും നന്നായിട്ട്. പിന്നെ എഴുത്തിനോടൊക്കെ ഒരു ഇതാവുന്നതേ ഉള്ളെന്ന് തോന്നുന്നു, ആ ടൈം ആവുന്നേ ഉള്ളെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ ഞാൻ എഴുതുമ്പോൾ അങ്ങനെ പ്രോത്സാഹനം തരാറുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പം അമ്മ ആ പ്രൊനൗൺസ് ചെയ്തത് കറക്റ്റായിട്ടില്ല, അതൊന്നും കൂടെ ശരിയാക്കാം, അങ്ങനെ പറയാറുണ്ട്. അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമ്മ ചെയ്യുന്നതിന് അവർ ഹാപ്പിയാണ്. അതെ, ഹാപ്പിയാണ്. ഓക്കെ. ഹസ്ബൻഡ് പാട്ട് പാടുമോ? ഹസ്ബൻഡ് പാട്ട് ചെറുതായിട്ട് മൂളും, പക്ഷേ ആ വരികളും അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ പ്രോത്സാഹനം തരാം. അത് ശരി. സിമ്പിളിന് പ്രവാസ ലോകത്ത് വന്ന് പിന്നെ ജോബായി, പിന്നെ അത് കഴിഞ്ഞിട്ട് എഴുത്തുകാരിയായി, ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ഏതൊക്കെയോ 2 അവാർഡുകൾ കിട്ടിയെന്നുള്ളത് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു. അത് എന്തായിരുന്നു? അത് 2024 ഹെർ സ്റ്റോറി ഇൻസ്പിറേഷണൽ അവാർഡ്, ആ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് നാട്ടിൽ നിന്നുള്ള ഒരു അവാർഡാണ്. പിന്നെ ഈ വർഷം വുമൺ എക്സലൻസ് അവാർഡ്
2025 അത് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനോടുള്ള ആ ഒരു കോൺട്രിബ്യൂഷന് വേണ്ടി കിട്ടിയതാണ്. പ്രവാസിയാണ്, എഴുത്തുകാരിയാണ്, അത്യാവശ്യം പാട്ട് പാടുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും എന്ത് ജോബാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. എന്താണ് ചെയ്യുന്നത് ഇവിടെ? ഞാനിവിടെ ഒരു രജിസ്റ്റേർഡ് നേഴ്സാണ്. അപ്പോഴേ ഞാൻ ഈ ഹോപ്പാണ് എടുത്തേക്കുന്നത്. ഈ ഒരു കവിത ഒന്ന് ചൊല്ലാമോ? ഹോപ്പ് എന്നാണ് കവിതയുടെ പേര്. Alone the frosty crisp air amidst the lust of gusty wind, when the breath of life is on the blink, there comes a ray of hope across the mighty soul, rendering a divine heal, a hope to prevail beyond the entities and to live longer across the sands of time. സൂപ്പർ. ഇത് ഓരോ കവിതകൾ ഓരോന്ന് എഴുതുമ്പോഴും ഇപ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഞാനിപ്പോൾ ഇത് ഹോപ്പ് കൊടുത്തിരിക്കുന്നു. അപ്പം ഇതിന് എന്തെങ്കിലും നമ്മളെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണോ ഓരോ ടൈറ്റിൽ നെയിമും കൊടുത്തിരിക്കുന്നത്? മനസ്സിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടോപ്പിക്ക് കാണാറില്ല. ചിലപ്പോൾ ഇപ്പം നമ്മൾ മെട്രോയിൽ പോകുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു സാധനം കാണുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുമോ അങ്ങനെയൊക്കെ ചെയ്യുമ്പം നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് എന്തുകൊണ്ട് എഴുതിക്കൂടാ എന്ന് തോന്നും. അപ്പം പക്ഷെ നമ്മളിങ്ങനെ കുത്തിയിരുന്ന് എഴുതുന്ന സ്വഭാവമില്ല. ചിലപ്പം ഞാൻ പറഞ്ഞ പോലെ മെട്രോയിൽ പോകുമ്പോഴായിരിക്കും ഒരു 2 ലൈൻ കിട്ടുന്നത്. അപ്പം അത് നമ്മൾ ഫോണിൽ എന്തെങ്കിലും സേവ് ചെയ്യും. പിന്നെ അത് എഴുതാൻ ശ്രമിക്കും അതിനെ പറ്റിയിട്ട്. ഈ ഇംഗ്ലീഷ് കവിതകളല്ലാതെ മലയാളം കവിത എഴുതാറുണ്ട്? മലയാളം കവിത സ്കൂൾ +2 പഠിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്. അതിന് പ്രൈസും കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഇവിടെയും ഒരു മലയാളം ഒരു പുസ്തകം റിലീസ് ചെയ്തുകൂടാ? അതിനെപ്പറ്റി ഇപ്പം ആലോചിച്ചിട്ടില്ല. മലയാളത്തിൽ ഞാൻ പിച്ച വെച്ച് വരുന്നതേ ഉള്ളൂ എന്ന് പറയാം. ഇംഗ്ലീഷാണ് കൂടുതൽ. അതെ. പിന്നെ കൂട്ടക്ഷരങ്ങൾ എന്ന് പറഞ്ഞ ഒരു എഴുത്തിൻ്റെ കൂട്ടായ്മയുണ്ട്. ആ ഗ്രൂപ്പ് ത്രൂ ആണ് ഞാൻ മലയാളത്തിലേക്ക് പിച്ച വെച്ച് തുടങ്ങിയത്. അപ്പം ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ നന്നായിട്ട് എഴുതുന്നോ അല്ലെങ്കിൽ നല്ല സാഹിത്യത്തിൽ എഴുതുന്നോ അങ്ങനെയൊന്നുമില്ല. മലയാളത്തെക്കാളും കംഫർട്ട് ഇംഗ്ലീഷാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ തന്നെ നമുക്ക് ഭയമില്ലാതെ നമുക്ക് എഴുതാൻ കഴിയുന്നു. ഏതായാലും ഈ 2025 ബുക്ക് ഫെയറിലൊരു പുസ്തകം ഞാൻ പ്രതീക്ഷിക്കുന്നു. പുസ്തകം അതായത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റോക്കൊക്കെ ഇപ്പോൾ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അങ്ങനെ പ്രസന്റ്ലി പ്ലാൻ ഒന്നും ഇല്ല, പറയാൻ പറ്റില്ല. ഇത്രയും സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് സിമ്പിൾ സെബാസ്റ്റ്യനാണ്. ഒരുപാട് സന്തോഷം കുറച്ച് സമയം നമ്മളോടൊപ്പം ചെലവഴിക്കുകയും കുറേ വിവരങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിൽ. താങ്ക് യു. നന്ദി, നമസ്കാരം. നന്ദി. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.